CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർ അതിഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാണ് ഈ വിഷയത്തിൽ നിന്ന് അവർ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആശയം തന്നെ മുസ്ലിം വോട്ടുകൾ കിട്ടുകയില്ല എന്ന് തീരുമാനമായ സാഹചര്യത്തിൽ ഹിന്ദു വോട്ടുകൾ പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു ശ്രമമായിരുന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ പെരുങ്കൊള്ള CPM-നെയും ഇടതുപക്ഷ സർക്കാരിനെയും അതിൻ്റെ അടിവേര് തോണ്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ആരാധനാലയങ്ങൾ അവരുടെ നിയന്ത്രണം. അപ്പം ആ ഒരു അസ്വസ്ഥതയും ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ 2 തിരഞ്ഞെടുപ്പുകൾക്ക്. ഈ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം പ്രധാന ചർച്ചയാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനായ ശ്രീ KM ഷാജഹാൻ. ഈ ശബരിമല പെരുങ്കൊള്ള പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പിണറായി വിജയൻ 3.0 അതിനെക്കുറിച്ചിട്ടായിരുന്നു ചർച്ച. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനായിരിക്കും LDF-നെ നയിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിരുന്നു. നമുക്കറിയാം 75 വയസ്സിന് മുകളിലുള്ളവരെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ പിണറായി വിജയന് ഒരു കൊടുത്തു, ഒരു ആനുകൂല്യം കൊടുത്തു. 80 വയസ്സായ പിണറായി വിജയനായിരിക്കും അടുത്ത തവണ തെരഞ്ഞെടുപ്പിന് നയിക്കുക എന്നുള്ളത് വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസിലാണെങ്കിൽ തമ്മിലടി മൂത്ത് നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ ആ ഒരു സാധ്യതയിലേക്ക് പിണറായി വിജയൻ്റെ 3ാം ഭരണം എന്നുള്ള നിലയിലേക്ക് പിണറായി വിജയൻ്റെ ശത്രുക്കൾ പോലും ചർച്ച കൊണ്ടുവരുന്ന ഒരു സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു ആശയം വരുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആശയം തന്നെ മുസ്ലിം വോട്ടുകൾ കിട്ടുകയില്ല എന്ന് തീരുമാനമായ സാഹചര്യത്തിൽ ഹിന്ദു വോട്ടുകൾ പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു ശ്രമമായിരുന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം വെച്ചാൽ ഒരു മതേതര മുന്നണി ഒരിക്കലും ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ഹിന്ദു വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഈഴവർ അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ ഒരുത്തൻ ശ്രീനാരായണ ഗുരുവിൽ നിർത്തിയിരിക്കുന്ന ഒരു കള്ള് കച്ചവടക്കാരൻ SNDP യോഗത്തിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഈഴവരെല്ലാം നമ്മുടെ കൂടെ. എന്നാൽ NSS എന്ന് പറയുന്ന സംവിധാനം കാലാകാലങ്ങളായി UDF-ൻ്റെ കൂടെ ആണ്. സുകുമാരൻ നായർ എന്ന് പറയുന്ന ആ നായർ നേതൃത്വം കൊടുക്കുന്ന ആ സംവിധാനം നിരന്തരമായി ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് നിന്നിരുന്നത്. UDF-നൊപ്പമാണ് നിന്നിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അവർ UDF-നൊപ്പമാണ്. പക്ഷെ അയാളുമായിട്ടൊരു ഒരു 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 ഏർപ്പാടുണ്ടാക്കി അയാളെയും LDF-ലേക്ക് കൊണ്ടുവന്നു. പിന്നോക്ക വിഭാഗക്കാരെ KPMS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങളെല്ലാം LDF-നൊപ്പം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിനെ തുടർന്ന് ഹിന്ദുക്കൾ ഞങ്ങളുടെ കൂടെ, ഹിന്ദുക്കൾ ഞങ്ങളുടെ കൂടെ, ഈ നായന്മാർ ഞങ്ങളുടെ കൂടെ, ഈഴവർ ഞങ്ങളുടെ കൂടെ, പിന്നോക്ക ഹിന്ദുക്കൾ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി അടുത്ത ഭരണവും ഉറപ്പിക്കാം എന്ന് ഉള്ള ഒരു ബോധം പൊതുമണ്ഡലത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അത് ഭാഗികമായി ഏതാണ്ട് വിജയിക്കുകയും ചെയ്ത ഒരു സമയത്താണ് ഇടുത്തി പോലെ, ഒരു ഇടിമിന്നൽ പോലെ ഈ ശബരിമലയിലെ പെരുങ്കൊള്ള വിഷയം വന്ന് വീഴുന്നത്. ശബരിമല പെരുങ്കൊള്ള വിഷയം വന്ന് വീണ സമയത്ത് ഇത് കോൺഗ്രസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായത്. ഇത് അയ്യപ്പ സംഗമത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയം പുറത്തു കൊണ്ടിരുന്നത്. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നഷ്ടപ്പെട്ടു പോയ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരും VD സതീശനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെല്ലാം കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി, ആഗോള അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം തുടക്കത്തിൽ
നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ അന്വേഷണം എല്ലാം നടന്നു കഴിയുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും കോൺഗ്രസും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ ശബരിമലയിലെ പെരുങ്കൊള്ള പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് CPM അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ പെരുങ്കൊള്ള CPMനെയും ഇടതുപക്ഷ സർക്കാരിനെയും അതിൻ്റെ അടിവേര് തോണ്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അടിവേര് തോണ്ടുമെന്ന് പറയാൻ കാര്യം എന്താ? ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളൊന്നെടുക്കുക. ആ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അടപടലം പൊളിഞ്ഞത് എങ്ങനെയാണ് പൊളിഞ്ഞത്? യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനം ശബരിമല വിഷയത്തിൽ തന്നെയാണ്. CPM അന്ന് വേണ്ട ഒരു സീറ്റ് മറ്റാണ് അന്ന് 2019 കിട്ടിയത്. ബാക്കിയുള്ള സീറ്റുകളെല്ലാം പൊളിഞ്ഞു. അപ്പം അന്നും ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സംഭവമായി അന്നത്തെ ഒരു സംഭവത്തെ തട്ടിച്ച് നോക്കിയാൽ ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് വിഷയം വന്നതെങ്കിലും ഇന്നത്തെ സംഭവമായി അന്നത്തെ സംഭവത്തെ തട്ടിച്ച് നോക്കിയാൽ അന്നത്തെ സംഭവം വളരെ ലഘുവായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം അന്ന് ഒരു ആചാരം ലംഘിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ CPM തെറിച്ചുപോയത്. പക്ഷെ ആചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പോലും CPMനെ തൂക്കിയെടുത്ത് തറയിൽ തലയടിക്കുകയാണ് ഹിന്ദുക്കൾ അന്ന് ചെയ്തത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 40-45% വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു ആരാധനാലയം, ഒരുപക്ഷെ ആ ആരാധനാലയത്തിൽ മാത്രമായിരിക്കാം ഹിന്ദുക്കൾ ഈ 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് ഇരുൾമുടിക്കെട്ടും കറുത്ത മുണ്ടുമൊക്കെ ആയിട്ട് പോകുന്ന ഒരു ആരാധനാലയം ഒരുപക്ഷെ ശബരിമല മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, ആ ശബരിമലയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും ഈ പറഞ്ഞ പോലെ അവർ നെഞ്ചോട് ചേർക്കുന്ന ഒരു ആരാധനാലയം. കാരണം ഞാനിപ്പോൾ കേട്ടപ്പെടുത്തോടത്തോളം മനസ്സിലാവുന്ന വെച്ചാൽ മറ്റ് ദൈവങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹ ബഹുമാനവും ഭയഭക്തി ബഹുമാനവുമുള്ള ഒരു ഭഗവാൻ എന്ന് പറയുന്നത് അയ്യപ്പനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് ഭഗവാന്മാരൊക്കെ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡയറ്റി ഒരു ഭഗവാനാണ് ശബരിമലയിലിരിക്കുന്ന അയ്യപ്പ ഭഗവാൻ. രണ്ട് എന്ന് പറയുന്നത് ഈ ആരാധനാലയത്തിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവുന്നത്. ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 400-450 കോടി രൂപയോളം ഓരോ വർഷവും അവിടെ വരുമാനമുണ്ട്. വേറൊരു കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കാണിക്കയായി ഓരോ ദിവസവും ശബരിമലയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്. നമുക്കറിയാം ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ കൊണ്ടുവന്ന് അയ്യപ്പന് കൊടുക്കുന്ന ഈ കോടികളുടെ കാണിക്ക കൊള്ളയടിക്കപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു വിവരം കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ മനസ്സിനെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും ആഴത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു സംഭവം. പിന്നെ അതിന് പശ്ചാത്തലമായിട്ട് വേറൊരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ആരാധനാലയങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ. അപ്പം ആ ഒരു അസ്വസ്ഥതയും ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. ആ അസ്വസ്ഥത നിലനിൽക്കുമ്പോഴാണ് ഭരണാധികാരികൾ ശബരിമലയിൽ വലിയ തോതിൽ കൊള്ള നടത്തുന്നു എന്നുള്ള വിവരം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ഞാൻ ബസ്സിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, സാറേ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ 19-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു രാജാവ് 750 കിലോ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് ആ സുവർണക്ഷേത്രത്തിലെ സ്വർണം പൂശിയത്. അയാൾ പറഞ്ഞു, സാറേ ആ 750 കിലോ പൂശിയ സ്വർണത്തിൽ 1 ഗ്രാം സ്വർണം പോലും കൊള്ളയടിക്കപ്പെട്ടു പോയിട്ടില്ല. എന്നിരിക്കെയാണ് ഇവിടെ ശ്രീകോവിലിന് പൂശിയ 30 കിലോ സ്വർണത്തിൽ നിന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഒരാൾ എന്നോട് പറയുക. അപ്പോൾ അത് കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോടുകൂടി ഗൂഢാലോചനയോടുകൂടിയാണ് ഇത് പുറത്തു വന്നതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയക്കാരല്ല, ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയക്കാർക്ക് ഉള്ള പങ്ക്, നാളെ മന്ത്രിമാർക്കുള്ള പങ്ക്, ഇതൊക്കെ പുറത്തു വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അവർ അതിഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാണ് ഈ വിഷയത്തിൽ നിന്ന് അവർ നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പം മതവിഭാഗങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് വോട്ട് കിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. ഹിന്ദുക്കളിൽ നിന്ന് കുറച്ച് വോട്ടുകൾ BJP-യിലേക്കാണ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കും. ഹിന്ദുക്കളുടെയും ബഹുഭൂരിപക്ഷം വോട്ട് LDF-ന് കിട്ടില്ല എന്നുള്ളത്. ആ സാഹചര്യത്തിലാണ് അവർ ഹിന്ദുക്കളുടെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ഈ അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങളിൽ ഈ ശബരിമല വിഷയം വന്നതോടുകൂടി ഹിന്ദുക്കളുടെ വോട്ടും LDF-ന് ലഭിക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഈ ശബരിമലയിലെ പെരുങ്കൊള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വാട്ടർലൂ, ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്കുള്ള ഒരു വജ്രായുധമായി ഈ ശബരിമലയിലെ പെരുങ്കൊള്ള ഡെവലപ്പ് ചെയ്ത് വരാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്.